परमेश्वर के नाम की स्तुति हो। ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യ സമയങ്ങളെ വേർതിരിപ്പാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. एक बार फिर प्रभु के चरणों में आने के लिए प्रभु ने दिया हुआ अवसर के लिए प्रभु को धन्यवाद देता हूँ। കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്നൊരു ചിന്തയായിരുന്നു, ആരാണ് ദൈവദാസന്മാർ, എന്താണ് ദൈവദാസന്മാരുടെ ദൗത്യം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. पिछले दिनों में कुछ बातों को मैंने विचार किया कि प्रभु के दास लोग कौन है और उनका उत्तरदायित्व क्या होता है करके। കാരണം ദൈവദാസന്മാർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാലഘട്ടത്തിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ആ പദത്തിന്റെ പിന്നിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. मुझे ऐसा लगा कि जो प्रभु के दास लोग जो कहलाते हैं उनके उस पद के पीछे कुछ गलत फहमियां कई लोगों को होती है। കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങളെ പരിശോധിക്കുമ്പോൾ, दूसरा कुरिन्थियों की पत्री 4वां अध्याय उसका 1 पहले आयत से नीचे की ओर हम पढ़ते हैं तो അവിടെ കാണാൻ കഴിയുന്നത് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടായി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. कहता है कि ये सेवा हमें ऐसे मिली कि परमेश्वर की दया हम पर हुई थी। ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണ നിമിത്തമാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ നമ്മെ ഫലമേൽപ്പിച്ചത്. परमेश्वर की दया हम पर या फिर दासों के ऊपर होने के कारण इस प्रकार की एक सेवकाई उनको दी गई। അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സഭയിൽ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷയുണ്ട്, അതുകൊണ്ട് വ്യത്യസ്തങ്ങളാകുന്ന ശുശ്രൂഷകന്മാരുടെ ആവശ്യമുണ്ട്. प्रेरित पौलुस कहता है कि कलीसिया के अंदर विभिन्न प्रकार की सेवकाई होती है, इसलिए विभिन्न प्रकार के परमेश्वर के दासों की आवश्यकता है। എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ നോക്കിയാൽ, इफिसियों की पत्री 4वां अध्याय उसकी 11वीं आयत को हम देखेंगे तो അവിടെ പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരുമായും നിയമിച്ചിരിക്കുന്നു. और कितनों को जो है प्रेरित नियुक्त किया, कितनों को भविष्यवक्ता नियुक्त किया, कितनों को सुसमाचार सुनाने वाले, कितनों को उपदेशक और कितनों को रखवाले करके नियुक्त किया गया था। ഇവിടെ 5 തരത്തിലുള്ള ശുശ്രൂഷകൾ നമുക്ക് കാണാൻ കഴിയുന്നു. इधर 5 विभिन्न प्रकार के सेवकाई को हम इधर देख सकते हैं। ഒന്നാമതായി അപ്പോസ്തലന്മാർ. सबसे पहला प्रेरित। ആരാണ് അപ്പോസ്തലൻ? ये प्रेरित कौन होते हैं? നമ്മൾ സുവിശേഷങ്ങൾ നോക്കി കാണാൻ കഴിയും, യേശു തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു, അവർക്ക് ഈ 12 പേർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് കൊടുത്തു. यीशु ने जो है सुसमाचार के पुस्तक में देख सकते हैं, चेलों को चुना और उसको उनके बाद उनको प्रेरित करके नियुक्त किया गया। उन 12 चेलों को प्रेरित करके नियुक्त किया गया। എന്തിനാണ് ഈ 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്നുള്ള പേര് കൊടുത്തത്? इन 12 लोगों को क्यों चुना गया और उनको प्रेरित करके नाम क्यों दिया गया था? തന്നോട് കൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അവർക്ക് വരം കൊടുത്തു എന്നവിടെ കാണാം. यीशु के साथ रहने के लिए, सुसमाचार सुनाने के लिए और दुष्ट आत्माओं को बाहर निकालने के लिए उनको वरदान दिए गए थे। അപ്പോ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒന്നാമത് യേശുവിനോട് ചേർന്നിരിക്കുക, उस यीशु के साथ बने रहना है। അതിനുശേഷം അവരുടെ അടുത്ത ഔദ്യോഗികമായ കാര്യം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക എന്നുള്ളതാണ്. और उससे आगे बढ़ के जो बात है यह है कि प्रचार करना। അടുത്തത് പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുന്ന ഭൂതങ്ങളെ പുറത്താക്കുക. और दुष्ट आत्माओं को जो है भूतग्रस्त लोगों को बाहर निकालना, ये भी एक कर्तव्य है। ഒന്നുകൂടെ പറഞ്ഞാൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും കർത്താവിന്റെ രാജ്യം ഘോഷിക്കുക. चिन्ह और चमत्कारों के द्वारा परमेश्वर के राज्य की घोषणा करना है। ഒത്തിരി കാര്യങ്ങൾ അപ്പോസ്തലന്മാരുടെ ബന്ധത്തിൽ പറയാനുണ്ടെങ്കിലും ഞാനൊരു ചെറിയ സന്ദേശം തരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. बहुत सारी बातें प्रेरितों के विषय में कहने के लिए है, लेकिन मैं इस संदेश को लंबा ना खींचने के कारण जल्दी से समाप्त करूंगा। രണ്ടാമത് നമ്മളിവിടെ കണ്ടു, അടുത്ത കൂട്ടരാണ് പ്രവാചകന്മാർ. और दूसरे एक कुछ लोग हैं, वो भविष्यवक्ता लोग हैं। എന്താണ് പ്രവാചകന്റെ ശുശ്രൂഷ? और ये भविष्यवक्ताओं की सेवकाई क्या होती है? ഞാൻ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലേക്ക് ആയിരിക്കുമ്പോൾ കണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. उत्तर भारत में कई बार मैंने कुछ बातों को देखा है। കേരളത്തിൽ നിന്ന് കുറെ ആളുകളൊക്കെ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞ് സഭകളിലൊക്കെ വരും. कुछ प्रभु के दास लोग केरला से भविष्यवक्ता है कहकर नॉर्थ इंडिया में आते हैं। സഭകളിൽ കൂടെ പോയി സഭയിലുള്ള ആളുകളോട് ഈ വർഷം നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യം, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള കുറെ പ്രവചനങ്ങളൊക്കെ പറഞ്ഞായിട്ട് ഞാൻ കണ്ടു. और कई कलीसियाओं में जाकर वो भविष्यवक्ताएं क्या करते हैं कि इस साल में जो घटना घटने वाली है या फिर आने वाले भविष्य में आपके साथ क्या घटना घटेगी, ये सारी बातों को वो भविष्यवाणी के तौर पर उनको बताते हैं। വാസ്തവത്തിൽ ദൈവം പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തിരിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം
സഭകളിൽ പോയി ആളുകൾക്ക് വരാനിരിക്കുന്ന നന്മകളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. सचमुच में क्या भविष्यवक्ताओं को इसलिए चुना गया परमेश्वर के द्वारा कि लोगों के जीवन में आने वाले भलाई के विषय में उनको भविष्यवाणी करके देना है? നമ്മൾ പഴയ നിയമത്തിലാണ് കൂടുതൽ പ്രവാചകന്മാരെ കാണുന്നത്. पुराने नियम में हम कई सारे भविष्यवक्ताओं को देख सकते हैं. വലിയ പ്രവാചകന്മാരായിട്ട് യെശയ്യാവ്, യിരെമ്യാവ്, ദാനിയേൽ, എഹെസ്കേൽ എന്നുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. पुराने नियम में जो भविष्यवक्ताएं हैं, जिस प्रकार से यशायाह है, यिर्मयाह है, दानियल है और यहेजकेल है, इन प्रकार के भविष्यवक्ताओं को हम देख सकते हैं. അതുകൂടാതെ വേറെയും 12 പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ നമ്മൾ അതിനോട് ചേർന്ന് കാണുന്നുണ്ട്. और उसके अलावा 12 जो है भविष्यवक्ताओं की पुस्तक को हम उसके साथ जो है मिलकर हम देख सकते हैं. അനേക പ്രവാചകന്മാരുടെ നിര തന്നെ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. और उन भविष्यवक्ताओं की जो परछाई है वो राजाओं की पुस्तक में भी हम देख सकते हैं. എന്നാൽ ഈ പ്രവാചകന്മാരൊന്നും ആരുടെങ്കിലും അടുക്കൽ പോയിട്ട് വരാൻ പോകുന്ന നന്മകൾ മാത്രം പറഞ്ഞവരല്ലായിരുന്നു. लेकिन ये जो भविष्यवक्ताएं थे, ये लोग लोगों के पास जाकर उनके जीवन में आने वाले भलाई के विषय में ही केवल नहीं बताते थे. അവരുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെയും അവരുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ദൈവ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമായിരുന്നു. उनके जीवन में जो विषय पराजित हो गया, जो नष्ट हो गया या फिर परमेश्वर के जो है प्रति उनका जो संबंध जो टूट चुका है, उनके विषय में वो लोग भविष्यवाणी करते थे. സഭയിൽ പ്രവാചകനെ വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അനുദിനവും സഭ ശുദ്ധീകരിക്കപ്പെടണം എന്നൊരു ആഗ്രഹം വെച്ചുകൊണ്ടാണ്. कलीसिया के अंदर भविष्यवक्ताओं को इसलिए रखा जाता है ताकि वो प्रतिदिन कलीसियाओं को शुद्ध करते हुए पवित्रताई में लिए चले. സഭയിലുള്ള എല്ലാ കുഴപ്പങ്ങളെയും ചൂണ്ടിക്കാണിക്കുവാൻ, സഭാ ജനങ്ങൾക്ക് പാപങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ, ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിൽ നടക്കുവാൻ, അതിനാണ് പ്രവാചകന്മാരാക്കി വെച്ചിരിക്കുന്നത്. भविष्यवक्ताओं को इसलिए नियुक्त किया गया कलीसियाओं के अंदर थे कि वो लोगों को जो गाइड कर सके, उनके अंदर की कमियों को उनको बता सके, उनको सुधार सके और परमेश्वर के साथ एक अच्छा संबंध जो है बना सके. അടുത്ത കൂട്ടരാണ് സുവിശേഷകന്മാർ. भविष्यवाणी के बाद जो अगला सेवकाई है वो सुसमाचार सुनाने वाले हैं. സുവിശേഷകന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പുറത്തുള്ള ജനങ്ങളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. एक सुसमाचारक का जो सेवकाई या उत्तरदायित्व है वो बाहरी के लोगों को जो है परमेश्वर के वचन को बताना है മറ്റുള്ളവരെ യേശുവിലേക്ക് നടത്തുക എന്നുള്ളതാണ്. और दूसरे लोगों को अन्य जातियों में से प्रभु की ओर लेकर आना है. അടുത്തതായി നമ്മൾ കാണുന്നത് उसका अगला भाग हम देखते हैं. കുറച്ചു പേരെ കർത്താവ് ഇടയ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. और कुछ लोगों को परमेश्वर ने रखवाले की सेवकाई दी गई है. ഇടയ ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വം എന്താണ്? ये रखवाले की सेवकाई क्या होती है? ഇടയൻ സാധാരണ തള്ളയാടുകളെ പതുക്കെ നടത്തുകയും കുഞ്ഞാടുകളെ ചുമലിൽ വഹിക്കുകയും ചെയ്യുന്നത് പോലെ സഭാജനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെ ആത്മീകമായി പറഞ്ഞുകൊടുത്ത് അവരെ മുന്നോട്ട് നടത്തുക എന്നുള്ളതാണ്. एक रखवाले का उत्तरदायित्व ये होता है कि वो अपने भेड़ों को एक ही समान चराता है और जो छोटे भेड़ होते हैं उनके अपने कंधों पे ले लेता है और कलीसियाओं की आवश्यकताओं को समझकर उसके अनुसार वो कार्य करता रहता है. അതിനെയാണ് നമ്മൾ പാസ്റ്റർ എന്ന് കാണുന്നത്. उसी को हम जो है एक पास्टर या फिर एक पादरी बोलते हैं. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഉപദേഷ്ടാക്കന്മാരെയാണ്. और उसके बाद हम देखते हैं कि उपदेशक को नियुक्त किया गया है करके. ഉപദേശകന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മാർമിക സത്യങ്ങളെ ജനത്തിന് ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. उपदेशक का कर्तव्य या उत्तरदायित्व यह है कि परमेश्वर के वचन के अंदर छुपे गुप्त बातों को परमेश्वर के लोगों के बीच में प्रकट करके उनको समझाना है. അപ്പോൾ ദൈവസഭയിൽ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്ന ആളാണ് സുവിശേഷകൻ. परमेश्वर के कलीसियाओं में लोगों को इकट्ठा करना का उत्तरदायित्व सुसमाचारक को है. അതുപോലെ ദൈവസഭയിലേക്ക് വരുന്ന ആളുകൾക്ക് അവരുടെ പാപങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ. और कलीसिया के अंदर पाए जाने वाले लोगों को कमियों को गलतियों को जो है दिखाकर उनको एक बार और जागृत करना, उसका उत्तरदायित्व भविष्यवक्ताओं को दी गया है. അതുപോലെ സഭയിൽ വരുന്ന ജനങ്ങളെ ഒരുപോലെ ഒരു മനത്തോടെ നടത്തുവാൻ വേണ്ടിയിട്ടാണ് അവിടെ പാസ്റ്ററെ ആക്കിയിരിക്കുന്നത്. और कलीसिया में आने वाले तमाम विश्वासी लोगों को एक ही समान चलाने के लिए वो एक चरवाहे को नियुक्त किया गया जो कि पादरी कहलाते हैं. അതുപോലെ വരുന്ന ആളുകൾക്ക് കൃത്യമായി ദൈവിക സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപദേശങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനാണ് ഒരു ഉപദേശകനെ അവിടെ ആക്കിയിരിക്കുന്നത്. और आए हुए तमाम लोगों को परमेश्वर के वचन से जो है समझाकर उनको एक ठीक उपदेश देने के लिए उपदेशक को वहां पर नियुक्त किया गया है. എന്നാൽ ദൈവത്തോട് ചേർന്ന് ഇരുന്നുകൊണ്ട് ദൈവജനത്തെ എല്ലാ രീതിയിലും നടത്തുവാനാണ് ദൈവം അപ്പോസ്തലന്മാരെ സഭയിൽ നിയോഗിച്ചിരിക്കുന്നത്. लेकिन सबसे बढ़कर जो हर एक रीति से प्रभु के लोगों को हर तरीके से बढ़ाने के लिए जो है उनको संभालने के लिए परमेश्वर ने प्रेरितों को रखा गया है. ഈ
ഈ എല്ലാ ശുശ്രൂഷകളെയും ചേർത്ത് വെച്ചുകൊണ്ട് കോമൺ ആയിട്ട് ബൈബിൾ പറയുന്ന ഒരു പേരാണ് ദൈവത്തിന്റെ ദാസന്മാർ. और इन सारे सेवकों को, इन सारे सेवकाई को एक साथ सम्मिलित करते हुए बाइबल जो एक कॉमन जो वर्ड जो बताती है वो है परमेश्वर के दास लोग. അപ്പൊ ദൈവദാസൻ എന്ന് പറയുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ദാസൻ, എന്തായിരിക്കണം ദൈവത്തിന്റെ ദാസൻ, ദൈവദാസന്റെ ഉത്തരവാദിത്വം എന്താണ്, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടി. और जब हम समझ चुके हैं कि परमेश्वर के दासों के विभिन्न भाग होते हैं, तो ये परमेश्वर के दास होते कौन हैं, इनका उत्तरदायित्व क्या है और ये क्या करने चाहिए करके हम सीखेंगे. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. യേശുവിന്റെ ശിഷ്യന്മാർ അഥവാ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. लूका रचित सुसमाचार 17वें अध्याय उसके 5वें आयत से नीचे की ओर हम पढ़ते हैं तो यीशु के पास यीशु के चेले आकर उनसे कहते हैं कि हमारे विश्वास को बढ़ा कर दे करके. എന്തുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം എന്ന് ചോദിക്കാൻ കാരണം? क्यों चेले यीशु के पास आकर उनसे कहने लगे कि हमारा विश्वास को बढ़ा कर दे? ഈ ഭാഗത്തെ നമുക്ക് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിലും इस भाग को मत्ती रचित सुसमाचार 17वें अध्याय में, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും और मरकुस रचित सुसमाचार उसके 9वें अध्याय में भी പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. हम अगर जांचेंगे तो हम उसको उधर समझ सकते हैं. യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഒരു പിതാവ് തന്റെ ചന്ദ്രരോഗിയായ മകനെ കൊണ്ടുവരുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. यीशु के चेलों के पास एक मिर्गी जो है बीमारी लगकर एक रोगी को उनके पास लेकर आया. ആ സമയത്ത് യേശു മറുരൂപമല്ലായിരുന്നു. और उस समय जो है एक पर्वत के ऊपर जो है यीशु मसीह थे. യേശു മറുരൂപമല്ലായിരിക്കുമ്പോഴാണ് തന്റെ ശിഷ്യന്മാര് താഴെ ഈ ചന്ദ്രരോഗിയുടെ രോഗം സൗഖ്യമാക്കുവാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത്. यीशु जब एकांत में पहाड़ के ऊपर अपने चेलों के साथ था, तब उनके जो बाकी चेले थे इस रोगी के साथ वो लोग जो है उनको ठीक करने के लिए उनसे वार्तालाप कर रहे थे. അപ്പൊ താഴെ ഈ മലയുടെ താഴ്വശത്തായിട്ട് 9 ശിഷ്യന്മാരുണ്ട് നമുക്ക് കാണാൻ കഴിയും. और पहाड़ के नीचे हम देख सकते हैं 9 चेले जो है उस मिर्गी बीमारी जो है व्यक्ति के साथ था. അവൻ ഈ ചന്ദ്രരോഗിയായിരിക്കുന്ന അവര് ഈ ചന്ദ്രരോഗിയായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. और वो उनके 9 चेले जो थे इस मिर्गी लगा हुआ इस बीमार व्यक्ति के लिए प्रार्थना कर रहे थे. എന്നാൽ അവനെ സൗഖ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. लेकिन वो उसको चंगाई, उनका प्रार्थना उनको चंगाई नहीं दे पाया. എന്നാൽ യേശു മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ ചന്ദ്രരോഗിയുടെ പിതാവ് വന്നിട്ട് പറയാണ്, നിന്റെ ശിഷ്യന്മാര് രാത്രി മുഴുവൻ നോക്കിയിട്ടും ഇവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല, ഇനി നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ നീ ഒന്ന് സൗഖ്യമാക്കിയത്. तो यीशु जब पहाड़ से उतरकर नीचे की ओर आ रहा था तो इस मिर्गी लगा हुआ इस व्यक्ति के पिताजी ने यीशु के पास आकर बोला, आपके चेलों ने रात भर प्रार्थना किया लेकिन फिर भी मेरा बेटा जो है चंगा नहीं हुआ, आप कुछ कर सकते हो तो आकर देख लो. എന്നാൽ യേശു പറഞ്ഞു, എന്നാൽ കഴിയുമെങ്കിലെന്നല്ല, വിശ്വസിക്കുന്നവന് സകലതും സാധിക്കുമെന്ന് പറഞ്ഞു. तो यीशु ने बोला, मेरे से हो पाएगा ऐसा नहीं है, जो कोई विश्वास करेगा उसके लिए सब कुछ संभव है. യേശു ആ ചന്ദ്രരോഗിയെ സൗഖ്യമാക്കിയതാണ് നമുക്കിവിടെ കാണാൻ കഴിയും. यीशु ने उस मिर्गी व्यक्ति को जो है बीमार से ग्रस्त था उसको चंगाई दे दिया. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങളെ കൂടെ സാധിക്കാതിരുന്നത്? तो चेलों ने यीशु से पूछा कि ये हम इनको क्यों नहीं चंगाई, हमसे ये काम क्यों नहीं हो पाया करके पूछा. അപ്പോൾ യേശുവോട് പറയാണ്, നിങ്ങളുടെ അവിശ്വാസം, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമാണ് നിങ്ങൾക്ക് സൗഖ്യമാക്കാൻ സാധിക്കാതെ പോയത്. अल्प विश्वासियों कर तुम्हारा विश्वास कम होने के कारण तुमसे उसे तुम उनको चंगाई नहीं दे पाए. അപ്പൊ അവർക്ക് മനസ്സിലായി സൗഖ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയാതിരുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളത്. तुम चेलों को समझ में आ गया कि वो उसको चंगाई इसलिए नहीं दे पाई ताकि उनके अंदर विश्वास कम था. എന്നാൽ അതിനേക്കാൾ വലിയൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. लेकिन उससे बड़ी एक बात वहां पर थी. ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊരു തർക്കം അവരുടെ ഉണ്ടായിരുന്നു. उन चेलों के बीच में ये वार्तालाप हुआ कि उनमें से बड़ा कौन है करके. അപ്പൊ വിശ്വാസം എന്തിനാണ് അവർക്ക് വർദ്ധിച്ച് കിട്ടണം, അല്ലെങ്കിൽ വിശ്വാസം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരയണം എന്ന് യേശുവിനോട് പറയാനുള്ള കാരണം, तो उनका विश्वास बढ़कर उनको मिल जाए या फिर उनका विश्वास बढ़ा दे कर उन चेलों ने यीशु से क्यों कहा था? കാരണം ഞങ്ങൾക്ക് ഈ 12 പേരിൽ ഞങ്ങളുടെ ഒരുത്തൻ നല്ലൊരു ലീഡർ ആകണം. क्योंकि इन 12 चेलों में से एक व्यक्ति को एक अच्छा लीडर बनना है. അങ്ങനെ 12 പേര് ചിന്തിക്കുകയാണ്. इस प्रकार से 12 के 12 लोग सोच रहे थे, ഞങ്ങളിൽ ആരാണ് മിടുക്കൻ,
हम में से कौन जो है समझदार है। അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് എണ്ണപ്പെടുന്നു. तो हम में से कोई भी अच्छा काम करेगा तो हम सबसे श्रेष्ठ में गिने जाएंगे करके। നമ്മൾ ഈ ഭാഗം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. हम इन भागों को पढ़ेंगे तो हम समझ सकते हैं। യേശുവിന്റെ അടുക്കൽ വേണ്ടി ശിഷ്യന്മാർ പറയുകയാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. यीशु के पास जाकर चेले बोलते हैं प्रभु हमारा विश्वास को बढ़ा दे। അപ്പൊ യേശു പറയാണ് നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. यीशु ने जवाब दिया तुम्हारा विश्वास को बढ़ाने की आवश्यकता नहीं है, നിങ്ങളുടെ മനോഭാവം ഒന്ന് മാറ്റിയാൽ മതി. तुम अपना जो है मन बदल लो करके उन्होंने बोला। നിങ്ങൾക്ക് കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് നിങ്ങൾ പറയുകയാണ് ഇത് പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. अगर तुम्हारे अंदर राई के दाने के बराबर भी विश्वास होगा तुम इस अंजीर के पेड़ से कहोगे कि उखड़ कर जाकर समुद्र में गिर जाए तो वो वैसे ही हो जाएगा। അപ്പൊ വലിയ വിശ്വാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. तो ज्यादा विश्वास की आवश्यकता नहीं है। യേശു തന്റെ ശിഷ്യന്മാരോട് ഒരു കഥ പറയുന്നതായിട്ട് നമ്മോട് കാണാൻ കഴിയും. यीशु अपने चेलों से एक कहानी बताते हैं करके हम देख सकते हैं। നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയും മേയ്ക്കുകയും ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്ന് വിചാരിക്കും. तुम में से ऐसा कौन होगा जिसका दास हल चलाता हो या फिर भेड़ों को चराता हो। അങ്ങനെ ഈ ദാസൻ വയലിൽ നിന്നും ജോലിയെല്ലാം കഴിഞ്ഞ് വളരെ അവശതയായിട്ട് വീട്ടിലോട്ട് വരികയാണെന്ന് വിചാരിക്കും. सोचिएगा इस प्रकार से ये दास खेत में जाने के बाद कामकाज करने के बाद बहुत ही थक कर वापस अपने घर में आता है। നിങ്ങള് ആ ദാസനോട് പറയുമോ നീ പോയി തിന്നു കുടിച്ച് വിശ്രമിക്കുക, നീ രാവിലെ തൊട്ട് വളരെ അധ്വാനിച്ചിട്ട് വന്നാണ്. और जब वो खेत से आता है वापस अपने घर पर तो उससे तुरंत जाकर कहे कि आ जाओ भोजन करने बैठो करके। പക്ഷെ അവിടെ കാണുന്നത് ഞാൻ തിന്നു കുടിച്ച് തീരുവോളം എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി നീ എന്റെ മേശയിലെടുത്ത് നിൽക്കുക. तो उससे कहा जाता है कि जब तक मैं खाकर जो है खत्म नहीं कर देता तब तक मेरा सेवा करने के लिए मेरे मेष के बगल में ही तुम खड़े रहो। രാവിലെ മുതൽ ആ മനുഷ്യൻ കൃഷിത്തോട്ടത്തിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. सुबह से लेकर शाम तक वो व्यक्ति उस खेत में मेहनत कर रहा है। അവന് കൃഷിത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞിട്ട് തന്റെ യജമാനന്റെ ഭവനത്തിലേക്ക് വരികയാണ്. वो अपने खेत में काम करने के बाद वो अपने जो है मालिक के घर पर वापस आता है। അപ്പൊ യജമാനൻ പറയുകയാണ് ഇനി നീ ആഹാരം ഉണ്ടാക്കി ഞാൻ കഴിച്ച് തീരുവോളം അരകെട്ടി എന്റെ ശുശ്രൂഷ ചെയ്യും. तो उसका मालिक उससे कहता है जब तक जो है तू खाना बनाकर मुझे खिलाकर खत्म नहीं कर देता तब तक अपने कमर बांध कर जो है मेरे मेज के बगल में ही खड़ा रहना। ഇനി ഇവൻ ഉണ്ടാക്കിയ നല്ല ആഹാരം കഴിച്ചിട്ട് നീ നല്ല ആഹാരം ഉണ്ടാക്കിയെന്ന് ഒരു നല്ല വാക്ക് അവനോട് പറയൂ. क्या ये मालिक उससे ये कहेगा कि तूने बहुत अच्छा खाना बनाया, एक अच्छा दो शब्द उस दास के लिए क्या वो कहेगा? ഇനി ഇതെല്ലാം കഴിയുമ്പോ ഇനി നീ പോയി തിന്നു കുടിച്ച് വിശ്രമിക്കുക എന്നവനോട് പറയുമോ? और क्या वो मालिक उस दास से फिर कहेगा ठीक है अब तू जाकर खाना खा ले और थोड़ी देर विश्राम कर ले? ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. अब जरा सोच कर देखिएगा। രാവിലെ മുതൽ അവന് കൃഷിത്തോട്ടത്തിൽ ജോലി ചെയ്തു. सुबह से लेकर शाम तक वो खेती कर रहा था। അതിനുശേഷം വന്ന് യജമാനൻ ആഹാരം ഉണ്ടാക്കി കഴിപ്പിച്ചു. और उसके बाद घर वापस आने के बाद अपने मालिक के लिए खाना बनाकर उसको खिलाया। അത്ര സമയം അവൻ വിശപ്പ് സഹിച്ചുകൊണ്ടാണ് കാര്യമൊക്കെ ചെയ്യുന്നത്. और ये सारा काम इतनी देर वो जो है अपने भूख को जो है पकड़ कर रखते हुए वो सारा काम कर रहा था। എന്നിട്ടൊരു നന്ദി വാക്ക് പോലും അവന് കിട്ടുന്നില്ല. और उसके बाद एक धन्यवाद का शब्द या फिर एक अच्छा शब्द उसके मालिक से उसको सुनने को नहीं मिलता है। യേശുവിന്റെ ശിഷ്യന്മാര് പറയുകയാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. यीशु के चेले यीशु से कहते हैं कि हमारा विश्वास को तू बढ़ा दे। എന്നാൽ യേശു പറയുന്ന കഥ വേറൊന്നാണ്. लेकिन यीशु दूसरी एक कहानी उनसे बताता है। ഇത് രണ്ടും തമ്മിൽ എനിക്ക് തോന്നുന്നു മാച്ച് ചെയ്യുന്നില്ല. ये दोनों आपस में मेल नहीं खाते हैं। എങ്ങനെ ശരിയാവും? तो इसको हम ठीक कैसे कर सकते हैं? യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. यीशु का कहने का अर्थ केवल इतना था അവണ്ണം തന്നെ നമ്മെ ഏൽപ്പിച്ച സകല കാര്യങ്ങളും ചെയ്ത് തീർത്ത ശേഷം പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ കഴിയുന്നവനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദാസൻ. इस प्रकार से इस दास के बारे में जो कहा गया है कि इस रीति से तुम भी उन सब कामों को जो है कर चुके हैं और तुमको जो आज्ञा दी गई थी तो कहा कि हम निकम्मे दास है, जो हमें करना चाहिए था वही किया है करके। ഇവിടെ ദാസന്റെ മനോഭാവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. इधर दास के मन की बातों को हम इधर देख सकते हैं। സകലതും ചെയ്തതിനു ശേഷം അവൻ പറയുകയാണ് ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ. तो सब कुछ करने के बाद वो दास कहता है कि जो काम का नहीं था वही मैंने किया है। എന്നാൽ ഇന്ന് അങ്ങനെയാണോ നമ്മൾ കാണുന്നത്? क्या आज हम वास्तव में ऐसे देखते हैं?
എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശംസ ഈ ലോകത്തിൽ തന്നെ പിടിച്ചു വാങ്ങുകയാണ്. कुछ भी यदि हम करते हैं तो उसकी जो प्रशंसा है इसी पृथ्वी पर हम उसको पकड़कर खींचने की कोशिश करते हैं. എന്താണ് വാസ്തവത്തിൽ ഒരു ദൈവദാസന് വേണ്ടുന്ന യോഗ്യത? सचमुच में एक प्रभु के दास के लिए एक योग्यता क्या होना चाहिए? യേശുവിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അവൻ ദാസരൂപം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. यीशु के विषय में फिलिपियों की पत्री 2 अध्याय में इस प्रकार से लिखा है कि उसने दास का रूप स्वीकार किया. എന്തുകൊണ്ടാണ് യേശു ദാസരൂപം സ്വീകരിച്ചത്? किस कारण यीशु ने दास का रूप लिया? യേശു ആരുടെ ദാസനായിട്ടാണ് ഈ ലോകത്തിലേക്ക് और വന്നത്? यीशु किसका दास बनकर इस दुनिया में आया था? അവിടെ പറയുന്നത് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി യേശു ദാസരൂപം സ്വീകരിച്ചു എന്നാണ്. हमें पाप से बचाने के लिए यीशु ने दास का रूप लिया था. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, दूसरा कोरिन्थियों 4 का 5वां आयत इस प्रकार से कहता है, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നും क्योंकि हम अपने को नहीं वरन यीशु मसीह का प्रचार करते हैं कि वह प्रभु है, और अपने विषय में कहते हैं कि हम यीशु के कारण तुम्हारे सेवक हैं. ഇവിടെ കാണുന്നത് യേശു നിമിത്തം ഞങ്ങളെ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നു. हम अपने आप को यीशु के कारण तुम्हारा दास कहते हैं करके कहा गया है. വാസ്തവത്തിൽ എന്തിനാണ് ദൈവം നമ്മെ ദാസന്മാരാക്കി വെച്ചിരിക്കുന്നത്? सचमुच में परमेश्वर ने हमें दास क्यों बनाया है? ഒരു ഭവനത്തിൽ മാതാവും പിതാവും ഒരു ചെറിയ കുഞ്ഞുമുണ്ടെന്ന് വിചാരിക്കും. मान लीजिए एक परिवार में एक माता है, एक पिता है, एक छोटा बच्चा है. ആ കൊച്ചി എത്രത്തോളം ചെറുതായിരിക്കുന്നുവോ ആ കൊച്ചിനെ നോക്കാൻ വേണ്ടി ആ വീട്ടിൽ ഒരു ദാസനുണ്ടെന്ന് വിചാരിക്കും. और वो बच्चा जितना छोटा होता है उसका देखभाल करने के लिए एक दास उस घर में है. എപ്പോൾ വരെ അത് കുഞ്ഞായിരിക്കുന്നുവോ അത് ദാസനോട് വെള്ളം ചോദിക്കും, ആഹാരം ചോദിക്കും, അതിന്റെ ആവശ്യങ്ങൾ ദാസനിൽ കൂടി ആയിരിക്കും ആ കുഞ്ഞ് നേടിയെടുത്തത്. और जितना वो छोटा बच्चा रहता है उतना ही उसकी आवश्यकता होती है. वो सारी जरूरतों को अपने दास से मांग कर पूरा करता है. എന്നാൽ ഈ കുഞ്ഞ് വലുതായി കഴിഞ്ഞതിന് ശേഷമോ ആ കുഞ്ഞ് ദാസനേക്കാളും ശ്രേഷ്ഠനായി തീരുകയാണ്. लेकिन ये बच्चा जब बड़ा हो जाता है तो वो दास से भी श्रेष्ठ बन जाता है. ഇതുപോലെയാണ് ദൈവസഭയിൽ ദൈവ കുഞ്ഞുങ്ങളെ നോക്കുവാൻ വേണ്ടി ദൈവം തന്റെ ദാസന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. इसी प्रकार से कलीसिया में प्रभु के लोगों को, बच्चों को देखने के लिए प्रभु ने दास लोगों को नियुक्त किया गया है. ദാസന്റെ ഉത്തരവാദിത്വം യേശുവിനെ പോലെ ദൈവത്തെ പോലെ തന്റെ സഭാജനങ്ങളെ വളർത്തുക എന്നുള്ളതാണ്. दास का उत्तरदायित्व यह है कि यीशु के समान अपने कलीसिया के लोगों को, प्रभु यीशु के समान उनको बढ़ाना है. ഈ ഉത്തരവാദിത്വം നിവർത്തിക്കുവാനാണ് എന്നെയും നിങ്ങളെയും കർത്താവ് ദാസന്മാരായി ആ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. इस उत्तरदायित्व को पूरा करने के लिए मुझे और आप जैसों को कई अनेक दासों को प्रभु ने चुन लिया है. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടായിരിക്കുക. इसलिए हमने शुरुआत में पढ़ा कि हम पर दया की गई, इसलिए हमें ये सेवकाई करने का अवसर मिला है. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഞാൻ വാസ്തവത്തിൽ ദൈവസഭയിൽ ദൈവദാസന്റെ ഉത്തരവാദിത്വം നിവർത്തിക്കുകയാണോ അതോ ഞാൻ സഭാജനങ്ങളുടെ മുകളിൽ കർത്തൃത്വം നടത്തുകയാണോ? हमें सचमुच में इन दिनों में अपने आप को जांचना बहुत ही जरूरी है कि क्या मैं सचमुच में अपने कलीसिया में प्रभु की इच्छा को पूरी करता हूँ या फिर मैं विश्वासियों के ऊपर हावी होता हूँ. നമ്മുടെ വചനങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ സ്വർഗ്ഗത്തിൽ ദൈവം നമ്മെ സഹായിക്കും. हम इस परमेश्वर के वचनों को समझकर हम अपने जीवनों को बिताने पाए. സ്വർഗ്ഗത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കും. स्वर्गीय परमेश्वर हमारे एक को आशीष